നമസ്കാരം. രാജ്യത്ത് അടുത്ത കാലത്തായി പോക്സോ കേസുകളുടെ എണ്ണം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈരാഗ്യം തീർക്കാൻ പോക്സോ കേസുകൾ ചുമത്തുന്ന സംഭവങ്ങളും പ്രണയബന്ധങ്ങളിലെ ഉലച്ചിലുകൾ കേസായി മാറുന്നതും സ്ഥിരം സംഭവമായി മാറുകയാണ്. ഇത്തരം പശ്ചാത്തലത്തിൽ നിർണായക പരാമർശങ്ങളുമായി എത്തിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. കൗമാരക്കാർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിന്റെ നിയമപരമായ പ്രത്യാഘാതം ആൺകുട്ടികൾ നേരിടേണ്ടി വരുന്നുവെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. 17-ാം വയസ്സിൽ പോക്സോ കേസിൽ 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട യുവാവിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് എൻ മാലയുടെ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത്. പോക്സോ നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം വേണമെന്നും കോടതി പറഞ്ഞു. കൗമാരക്കാർ തമ്മിലുള്ള പ്രണയബന്ധത്തിൽ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമാണ് ഉണ്ടായതെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുന്നത് ആൺകുട്ടിയാണ്. രക്ഷിതാക്കളുടെ സമ്മർദ്ദം കാരണം പെൺകുട്ടിക്ക് മറ്റൊരാളെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുകയോ ആൺകുട്ടിക്കെതിരെ പരാതി നൽകുകയോ ചെയ്യേണ്ടി വരാം. ഇതിന്റെ ഫലമായി ഏറെക്കാലത്തെ ജയിൽവാസമാണ് ആൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പോക്സോ നിയമത്തിന്റെ ദുരുപയോഗം തടയാൻ ശക്തമായ ബോധവൽക്കരണം നടത്തണമെന്ന് തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. കന്യാകുമാരി ജില്ലയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആൺകുട്ടിക്ക് 17 വയസ്സും പെൺകുട്ടിക്ക് 16 വയസ്സുള്ളപ്പോൾ ഇരുവരും പ്രണയത്തിലായിരുന്നു. വീട്ടുകാർ മറ്റൊരു വിവാഹം ആലോചിച്ചതിനെ തുടർന്ന് ഇരുവരും ഒളിച്ചോടുകയും 1 മാസത്തോളം ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു. പിന്നീട് വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് ഇവരെ കണ്ടെത്തി. ഇതിന് പിന്നാലെ ആൺകുട്ടിക്കെതിരെ പെൺകുട്ടിയുടെ പരാതിയിൽ പോക്സോ കേസുമെടുത്തു. കഴിഞ്ഞ വർഷം ജൂണിൽ പ്രത്യേക പോക്സോ കോടതി 20 വർഷം തടവ് വിധിക്കുകയും ചെയ്തു. ഇതിനെതിരെ ആൺകുട്ടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ വിധി പോക്സോ നിയമത്തിന്റെ പ്രായോഗിക തലത്തിലുള്ള സങ്കീർണതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ നിയമം പലപ്പോഴും കൗമാരക്കാർക്കിടയിലെ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളിൽ വഴിതെറ്റിപ്പോകുന്നുണ്ടെന്നും കോടതി നിരീക്ഷിക്കുന്നു. പ്രണയബന്ധങ്ങൾ തകരുമ്പോഴോ കുടുംബാംഗങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ നൽകപ്പെടുന്ന പരാതികൾ ഒരു യുവാവിന്റെ ജീവിതത്തെയും ഭാവിയും എങ്ങനെ തകർക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി കേസ് മാറി. പ്രായപൂർത്തിയാകാത്തവർക്കിടയിലെ ശാരീരിക ബന്ധങ്ങളെ നിയമം ഒരേ കണ്ണോടെ കാണുമ്പോൾ സാമൂഹികമായ യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വിഭിന്നമാണെന്നും കോടതി വ്യക്തമാക്കുന്നു. 17 വയസ്സുകാരനായ ആൺകുട്ടി നേരിടേണ്ടി വന്ന 20 വർഷത്തെ കഠിന തടവ് പോലുള്ള ശിക്ഷകൾ നിയമത്തിന്റെ അന്ധമായ പ്രയോഗം മൂലം സംഭവിക്കുന്ന നീതികേടാണെന്നും ജസ്റ്റിസ് എൻ മാല നിരീക്ഷിച്ചു. നിയമപരമായ സമ്മതപ്രായം സംബന്ധിച്ച ചർച്ചകൾക്ക് ഈ വിധി വീണ്ടും ആക്കം കൂട്ടുന്നു. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാൻ കൃത്യമായ ബോധ്യവൽക്കരണം ആവശ്യമാണെന്ന കോടതിയുടെ നിർദ്ദേശം ഏറെ പ്രസക്തമാണ്. വെറും ശിക്ഷാ നടപടികൾ കൊണ്ട് മാത്രം കൗമാരക്കാർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. മറിച്ച് പോക്സോ നിയമത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൃത്യമായ ധാരണ നൽകേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും കോടതി വിധി ഓർമ്മിപ്പിക്കുന്നു. ചുരുക്കത്തിൽ നിയമം അക്ഷരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സാഹചര്യങ്ങളെ കൂടി പരിഗണിച്ച് വേണം നടപ്പിലാക്കാൻ എന്ന വലിയ സന്ദേശമാണ് വിധി നൽകുന്നത്. പ്രണയവും ലൈംഗികതയും തിരിച്ചറിയാത്ത പ്രായത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ഒരു ക്രിമിനൽ കുറ്റമായി മുദ്ര കുത്തപ്പെട്ട് ജീവിതം ഇരുളടഞ്ഞു പോകുന്ന അവസ്ഥ മാറണം. നീതിപീഠത്തിന്റെ ഇടപെടൽ സമാനമായ ഒട്ടനവധി കേസുകളിൽ നിർണായകമായ വഴികാട്ടിയായി മാറുമെന്നും ഉറപ്പാണ്.